അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിച്ചു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ ആരാ നബിയേ, നാളെ വിചാരണയില്ലാതെ പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് നടുവിലേക്ക് കടന്നു പോകുന്ന ആ ഭാഗ്യവാൻ ആരാ നബിയേ, ഒന്ന് പറഞ്ഞു തരുമോ എന്ന് പ്രവാചകനോട് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്ത ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയുമോ? അതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ പറയുന്നു, സഹാബാ, അല്ലാഹു പരീക്ഷണം കൊടുക്കുന്ന സമയമുണ്ടല്ലോ, ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും പടച്ചവനെ ഒന്നിനു പുറകെ ഒന്നായി ജീവിതത്തിലേക്ക് ദുഃഖങ്ങൾ മാത്രം കടന്നു വരുമ്പോ കണ്ണീര് റബ്ബിങ്ങനെ തോരാതെ നിനക്ക് തന്നുകൊണ്ടിരിക്കുമ്പോ പടച്ചവനെ നിന്റെ കച്ചവടം നഷ്ടത്തിലാകുമ്പോ, നിനക്ക് ലക്ഷങ്ങളുടെ കടമുണ്ടാകുമ്പോ, നിന്റെ മക്കൾക്ക് രോഗം പിടിക്കുമ്പോ, നിന്റെ വീടിനകത്ത് റബ്ബേ സമാധാനമില്ലാതെ വരുമ്പോ പടച്ചവനെ ഒന്നിനു പുറകെ ഒന്നായി ജീവിതത്തിലേക്ക് അല്ലാഹു പ്രയാസങ്ങൾ മാത്രം തരുമ്പോ ഇത് പടച്ച റബ്ബിന്റെ തീരുമാനമാ, ഇതെല്ലാം അല്ലാഹുവിന്റെ തീരുമാനമാണ് എന്ന് കരുതിയിട്ട് ശമിക്കുന്നവനുണ്ടല്ലോ, വയദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്, അവൻ നാളെ വിചാരണയില്ലാതെ സ്വർഗ്ഗത്തിലെത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത്തെ വിഭാഗം അല്ലാഹു ജീവിതത്തിലെ പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ കൊടുക്കുന്ന സമയം ഇത് അല്ലാഹുവിന്റെ തീരുമാനമാണ്, ഇത് പടച്ച റബ്ബിന്റെ തീരുമാനമാ എന്ന് കരുതിയിട്ട് ക്ഷമിക്കുന്നവന് നാളെ സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതത്തിൽ ഓരോന്നിങ്ങനെ ദുഃഖങ്ങൾ മാത്രം കടന്നു വരിക, നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ കടന്നു വരുമ്പോ നമ്മൾ പറയണം, ഉസ്താദിന്റെ അടുത്ത് പോയി പറയും, ഉസ്താദെ 5 നേരം ഞാൻ നിസ്കരിക്കുമല്ലോ ഉസ്താദെ, ഒരു വഖത്ത് പോലും ഞാൻ കളയാക്കത്തില്ലല്ലോ, ഏത് പരിപാടിക്കും വഅലിനാകട്ടെ മജ്ലിസിനൂറിനാകട്ടെ സ്വലാത്തിനാകട്ടെ ഏതിനും ഞാൻ മുൻപന്തിയിൽ ഉണ്ടാവുമല്ലോ ഉസ്താദെ, എത്ര ഞാൻ എന്റെ കയ്യിലില്ലെങ്കിലും ഉള്ളത് ഞാൻ തരുമല്ലോ, സദക്ക ചെയ്യുമല്ലോ, എന്നാൽ എനിക്കിത് വന്നല്ലോ. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പരീക്ഷണം കടന്നു വരുന്ന സമയത്ത് ഇത് റബ്ബിന്റെ തീരുമാനമാണെന്ന് നമുക്കങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഞാനും നിങ്ങളും ഉമ്മയുടെ വയറ്റിൽ കിടന്ന് 4 മാസമായപ്പോ ഒരു മലക്ക് വന്നിട്ട് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ എന്റെ ഉമ്മയുടെ വയറ്റിൽ കിടന്ന് 4 മാസമായപ്പോ ഒരു മലക്ക് വന്നിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, സിറാജ്, എടാ നീ ജീവിതത്തിൽ ഇന്നതൊക്കെ നീ അനുഭവിക്കണം, നിനക്ക് ഇന്നതൊക്കെ കിട്ടും, നീ തിന്നേണ്ട ഭക്ഷണം ഇതാ, അതിന്റെ മുകളിൽ എന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്. എന്തിന്? എന്റെ ഭാര്യ ആരാ, എനിക്ക് എത്ര മക്കളുണ്ട്, എനിക്ക് എത്ര പണം കിട്ടും, ഞാൻ എത്ര പറയുന്ന ആളാകും, എന്തിന്? അവസാനം ഞാൻ എത്ര വയസ്സ് ജീവിക്കും, എവിടെ കിടന്ന് മരിക്കും, മരിക്കുന്ന സമയത്ത് മുസ്ലിമായിട്ടാണോ കാഫിറായിട്ടാണോ, എന്നെ എവിടെ കബറടക്കും, ഈ കാര്യങ്ങൾ മുഴുവനും ഞാൻ എന്റെ ഉമ്മയുടെ വയറ്റിൽ കിടന്നപ്പോഴേ എഴുതി വെച്ചിരിക്കുക. അത് അനുഭവിക്കാതെ പോകാൻ കഴിയോ? അതൊക്കെ അനുഭവിക്കാതെ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ തന്നെ ചോദിക്കുകയാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തന്നെ ചോദിക്കുകയാണ്, അഫഹസിബതും മൻ തദ്ഖുലുൽ ജന്ന ഫലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മളോട് ചോദിക്കുന്ന, സ്വർഗ്ഗം വെറുതെ കിട്ടുമെന്ന് നീ കരുതുന്നുണ്ടോ? ഏ മനുഷ്യ, നിനക്ക് സ്വർഗ്ഗത്തിലേക്ക് വെറുതെ കടന്നു പോകാമെന്ന് നീ കരുതുന്നു? അല്ലാഹു പറയുകയാ, അല്ല, അതാ നിന്റെ മുൻഗാമികൾ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഒന്നിനു പുറകെ ഒന്നായി ജീവിതത്തിലേക്ക് നിന്റെ മുൻഗാമികൾ ഒരുപാട് അനുഭവിച്ചല്ലോ. അനുഭവിക്കാതെ നിനക്ക് സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയില്ലെന്ന് ഖുർആൻ പരിചയപ്പെടുത്തുമ്പോ അതിരാത്രി കടന്നു വന്നവര് നമ്മളെപ്പോഴും പറയും, ഉസ്താദേ ഞാൻ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവനാ, അല്ലാഹുവിന് എന്നോടെന്തോ ദേഷ്യമാ, പടച്ചവൻ എന്നോടെന്തോ ദേഷ്യമാണ്, അതുകൊണ്ടാണ് എനിക്ക് കൊല്ലങ്ങളായി വർഷങ്ങളായി എനിക്ക് മക്കളെ തരാത്തത്, എന്റെ രോഗം മാറാത്തത്, എനിക്ക് സമാധാനം തരാത്തത്, എനിക്ക് സ്വന്തമായിട്ടൊരു വീട് തരാത്തത്, എന്റെ
കച്ചവടത്തിൽ അല്ലാഹു ബർക്കത്ത് തരാത്തത്, എന്റെ മക്കൾക്ക് നല്ല ഒരു ജീവിതം തരാത്തത്, പടച്ചവനെ പരാതി പറയുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് അല്ലാഹു നിന്നെ വെറുപ്പുള്ളത് കൊണ്ടല്ല, അല്ലാഹു നിന്നോട് ദേഷ്യമുള്ളത് കൊണ്ടല്ല, നിന്നെ കരയിപ്പിച്ചിട്ട് പടച്ച റബ്ബിനൊന്നും നേടാനല്ല, എന്റെ പ്രിയമുള്ളവരെ സ്നേഹം കൂടിയത് കൊണ്ടാ, അല്ലാഹു നിന്നെ വല്ലാത്ത ഇഷ്ടമുള്ളത് കൊണ്ടാ പടച്ച റബ്ബ് നിനക്ക് കണ്ണീര് തരുന്നത്, നിനക്ക് ദുഃഖം തരുന്നത്, നിനക്ക് വേദന തരുന്നത്, നിനക്ക് പ്രയാസം തരുന്നത്. കാരണം അല്ലാഹുവിന്റെ റസൂലാ പറഞ്ഞത്, ഇന്ന അശദ്ദന്നാസി ബലാഗാ അൽ അംബിയാ. അല്ലാഹു ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് ആരെയും അറിയുമോ? അല്ലാഹു ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് അല്ലാഹുവിന്റെ പ്രവാചകന്മാരെയാ. ആദം നബി മുതൽ അസ്റഫുൽ ഖൽഖായ തങ്ങളെ വരെയുള്ള മുഹമ്മദ് മുസ്തഫ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. ഇഷ്ടമില്ലാത്തത് കൊണ്ടാ, അല്ലാഹുവിന് നബിയെ ഇഷ്ടമില്ലാത്തത് കൊണ്ടാ ഏറ്റവും കൂടുതൽ കരയിപ്പിച്ചത്. എത്ര മക്കളുടെ മയ്യത്ത് കബറടക്കിയ വാപ്പയാ, എത്ര മക്കളുടെ മയ്യത്ത് എന്റെ പ്രിയമുള്ളവരെ ഉമ്മയുടെ കണ്ണ് കൊതിതീരാൻ കൊടുത്തോ? ഇല്ല. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കണ്ണുനീര് കുടിച്ച പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിന് ഇഷ്ടമുള്ളവർക്ക് അള്ളാഹു പരീക്ഷണം തരും. അള്ളാഹുവിന് ഇഷ്ടം കൂടുന്നതിനനുസരിച്ച് അള്ളാഹു ഇങ്ങനെ കരയിപ്പിച്ചുകൊണ്ടേയിരിക്കും. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വെറുതെ അല്ലല്ലോ, വെറുതെ അല്ലല്ലോ. ക്യാൻസർ രോഗം വരണമെന്ന് ആഗ്രഹിക്കണ ആരെങ്കിലും ഉണ്ടോ ഈ സദസ്സിൽ? ഉണ്ടോ? ഞാനും നിങ്ങളും ദുആ ചെയ്യും, അത് തരല്ലേ അല്ലാഹ്. അങ്ങനല്ലേ ദുആ ചെയ്യാ? അങ്ങനല്ലേ ദുആ ചെയ്യാ? എങ്കിൽ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ചെല്ലുമ്പോ ക്യാൻസർ രോഗിക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം കാണുമ്പോ അത് വരാത്തവന് പറയുമത്രേ, എനിക്കിത് വന്നില്ലല്ലോ എന്ന് ഖേദിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ക്യാൻസർ രോഗിക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം ഷഹീദിന്റെ കൂലിയ. 6 രീതിയിൽ മരണപ്പെടുന്ന മനുഷ്യന് ഷഹീദിന്റെ കൂലിയ. അതിൽപ്പെട്ട ഒന്നാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വയറിന്റെ ഉള്ളിൽ രോഗം വന്നിട്ട് മരിക്കുക. 5 നേരം നിസ്കരിച്ച് അള്ളാനെ പേടിച്ചടക്കുന്ന ഒരു മനുഷ്യൻ വയറിന്റെ ഉള്ളിൽ രോഗം വരിക, ആ രോഗങ്ങളിൽ പെട്ടതാണ് ക്യാൻസർ രോഗം. 5 നേരം നിസ്കരിച്ച് അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ച ഒരു മനുഷ്യന് ക്യാൻസർ രോഗം വന്നു, അവൻ മരണപ്പെട്ട, അവന് ഷഹീദിന്റെ കൂലിയ. നാളെ അവൻ ശുഹദാക്കളുടെ കൂടെയാ. നാളെ ശുഹദാക്കളുടെ കൂടെ പോകുന്നത് കാണുമ്പോ നമ്മൾ പറയും, ഇത് വന്നില്ലല്ലോ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, അള്ളാഹു പ്രയാസങ്ങൾ തരുമ്പോ അത് റബ്ബിന്റെ തീരുമാനമാണെന്ന് കരുതാൻ കഴിയുക. അല്ലാതെ ആരോ കൂടോത്രം ചെയ്ത് വെച്ചിരിക്കുന്നു, മുട്ട കുടിച്ചിട്ടിരിക്കണോ, വെറ്റയിട്ടിരിക്കണോ, തകട് കുഴിച്ചിട്ടിരിക്കുന്നതൊന്നും അല്ല വിഷയം. അതൊക്കെ ഉണ്ടോ ഇല്ല, അത് വേറെ വിഷയം. അതുണ്ടോ ഇല്ലേ, കൊണ്ടാ ഭരിക്കോ, ചെയ്താ ഭരിക്കോ ഇല്ല, അതുകൊണ്ട് അത് വൻഭാവത്തി എണ്ണീത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല. നിനക്ക് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവനുള്ളത് അള്ളാഹു കൊടുക്കും. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നീ അനുഭവിക്കാനുള്ളത് നീ അനുഭവിച്ചേ പറ്റൂ. നിനക്ക് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ, കാരണം ഈമാൻകാരി എത്ര പറ മനുഷ്യന്മാരെ, ഈമാൻകാരി എത്ര? 6. ഒന്നാമത്തെ എന്താ? പറ, ഉറക്കെ പറ, അള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കണം. 2, അള്ളാഹുവിന്റെ മലക്കുകളെ കൊണ്ട്. 3, അള്ളാഹുവിന്റെ കിതാബുകളെ കൊണ്ട്, മുർസലീങ്ങളെ കൊണ്ട്, അന്ത്യദിനത്തിനെ കൊണ്ട്. 6ാമത്തെ കാര്യം എന്താ? 6ാമത്തെ കാര്യം എന്താ? ഉറക്കെ പറ. നന്മയും തിന്മയും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് ഉണ്ടാകുന്നതെന്ന് നീ വിശ്വസിച്ചാലേ യഥാർത്ഥ വിശ്വാസിയാകൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ ദുഃഖവും സന്തോഷം എവിടെ നിന്നുണ്ടാകുന്നതാ? അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നതാ. അപ്പൊ അത് വിശ്വസിച്ചാലേ നമ്മൾ വിശ്വാസിയാകൂ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, ജീവിതത്തിൽ പ്രയാസമില്ലാത്ത ആരുമില്ല, ദുഃഖമില്ലാത്ത ആരുമില്ല, വേദനകളില്ലാത്ത ആരുമില്ല. ഈ സദസ്സിലിരിക്കുന്ന ഓരോ മനുഷ്യനും എന്തെങ്കിലും ഒരു പ്രയാസമുള്ളവരാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, എന്റെ പ്രിയമുള്ളവരെ, നമുക്കില്ലാതെ പോയതും അത് തന്നെയാണ്. ഇത് പടച്ച റബ്ബിന്റെ തീരുമാനമാണെന്ന് കരുതിയിട്ട് ക്ഷമിക്കാൻ കഴിയുന്നില്ലല്ലോ. അള്ളാഹുവേ, പടച്ചവനെ ഇന്ന് ആത്മഹത്യ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാ? പടച്ചവനെ ഇന്ന് തൂങ്ങുകയാണ്, കയറെടുത്തിട്ട് തൂങ്ങുന്ന പെൺകുട്ടികളുണ്ട്. പടച്ചവനെ കടക്കടിയിലേക്ക് വീഴുമ്പോ, കച്ചവടം നഷ്ടത്തിലാ
പതിനായിട്ട് പടച്ചവനെ ലക്ഷങ്ങളുടെ കടമുണ്ടാകുമ്പോ തന്റെ ഭാര്യയും മക്കളെയും പോലും ഓർക്കാതെ ഒറ്റയടിക്ക് ജീവിതം തീർക്കുന്ന കച്ചവടക്കാരുണ്ട്. പടച്ചവനെ ജീവിതത്തിൽ താങ്ങാൻ കഴിയാത്ത വേദനകൾ ഉണ്ടാകുമ്പോ, കള്ളക്കേസിൽ കുടുങ്ങുമ്പോ, അപവാദങ്ങളും പരിഹാസങ്ങളും കേൾക്കുമ്പോ, സ്വന്തം മക്കളെ പടച്ചവനെ വിഷം ചോറിൽ കലർത്തികെട്ട് തന്റെ ഭാര്യയ്ക്കും മക്കൾക്കും വിളമ്പിക്കൊടുത്തിട്ട് പടച്ചവനെ ആത്മഹത്യ ചെയ്യുന്ന എത്രയോ മുസ്ലിമീങ്ങളെ നമ്മൾ കണ്ടവരാ. എന്റെ പ്രിയമുള്ളവരെ, സമുദായത്തിലേക്ക്, മുസ്ലിം സമുദായത്തിലേക്ക് വീണ്ടും ആത്മഹത്യ ഇങ്ങനെ കടന്നു വരുമ്പോ അതിന്റെ കാരണം എന്തെന്നറിയുമോ? പടച്ചവനെ പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് നിൽക്കാൻ നമ്മളിൽ പലർക്കും കഴിയുന്നില്ല. 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയിട്ട് റിസൾട്ട് വരുന്ന ദിവസം പടച്ചവനെ മക്കളോടുകയാണ് ഓടിച്ചെന്നിട്ട് പടച്ചവനെ അവർക്കൊരു നല്ല റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്ന എത്രയോ മക്കളുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ചാകാനാണെങ്കിൽ അതിനല്ലേ സമയം കാണൂ. ആത്മഹത്യ ചെയ്യാനാണെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകുമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, എത്ര വലിയ പ്രതിസന്ധി ഉണ്ടായാൽ പടച്ചവനെ ജീവിതമെന്ന് അവസാനിപ്പിക്കണമെന്ന് തോന്നുമ്പോ, നാട്ടുകാർ മുഴുവനും ഒറ്റപ്പെടുത്തുമ്പോ, കൂട്ടുകാരും കൂടപ്പിറപ്പും കുടുംബക്കാരും കൈവിടുമ്പോ, ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ നിന്നെ അപവാദം പറഞ്ഞ് നിന്നെ പരിഹസിക്കുമ്പോ, നാണം കെടുത്തുമ്പോ, സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും മുന്നിൽ നിന്നെ ഒറ്റപ്പെടുത്തുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഈ ജീവിതമെന്ന് അവസാനിപ്പിക്കണമെന്ന് തോന്നുന്നതിന് ഒരു മിനിറ്റ് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നിനക്കൊരു ദിക്ർ പറഞ്ഞു തരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, ഒരു ദിക്ർ പറയാൻ നിനക്ക് കഴിയുമോ? നിന്റെ മനസ്സിന് സമാധാനം കിട്ടാൻ, നിന്റെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകാൻ, നിനക്കൊരു ആത്മവിശ്വാസം കിട്ടാൻ, ഒരു ധൈര്യം കിട്ടാൻ അല്ലാഹുവിന്റെ റസൂൽ ഒരു ദിക്ർ പറഞ്ഞു തരികയാ. ഏത് ദിക്റെന്നറിയുമോ? ആര് പറഞ്ഞ ദിക്റെന്നറിയുമോ? ആര് പറഞ്ഞ ദിക്റെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ. എന്റെ പ്രിയമുള്ളവരെ, ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് അല്ലാഹുവേ ഒരു അപവാദം പറഞ്ഞു പരത്തുകയാ. ഒരു അപവാദം പറഞ്ഞു പരത്തുകയാ. എന്ത് അപവാദമെന്നറിയുവോ? ആയിഷ ബീബി വ്യഭിചരിച്ചെന്ന് നാട് മുഴുവനും പറഞ്ഞു പരത്തുകയാ. മഹാനായ സൗബാ റളിയല്ലാഹു തആല അൻഹു ഒരു ചെറുപ്പക്കാരനുമായിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ വ്യഭിചരിച്ചു എന്ന് പറഞ്ഞു പരത്തുകയാ. അവർ ആയിഷ ബീബിയെ വെറുതെ വിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയെ പോലും വെറുതെ വിട്ടില്ല. ആ സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ നടന്ന സംഭവമാ. എന്റെ പ്രിയമുള്ളവരെ, എവിടെ നോക്കിയാലും ആയിഷാനെ കുറിച്ചാണ് ചർച്ച. പടച്ചവനെ, പള്ളിക്കകത്തും പള്ളിയുടെ വെളിയിലും ഒരു നാട് മുഴുവനും അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ കേട്ട് മടുക്കുകയാ. കാരണം പ്രവാചകനാണല്ലോ. അല്ലാഹുവിന്റെ റസൂൽ അത് കേട്ട് മടുക്കുകയാണ്. സഹിക്കാൻ കഴിയാതെ പ്രവാചകൻ തന്റെ വീട്ടിലേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു, ആയിഷ, കുറച്ച് ദിവസം നിന്റെ വീട്ടിലേക്ക് പോക ആയിഷ, നിന്റെ വീട്ടിലേക്ക് പോയി നിൽക്കുക ആയിഷ. ആയിഷ ബീവിയുടെ ഹൃദയം പൊട്ടുന്ന വേദനയാ. കാരണം ഭർത്താവ് കുറച്ച് ദിവസം വീട്ടിൽ പോയി നിൽക്കാൻ പറയുകയാണ്. ആയിഷ ബീവിയുടെ ശബ്ദം പോലും വെളിയിൽ വരുന്നില്ല. കണ്ണീരല്ലാതെ മറ്റൊരു മറുപടിയുമില്ല. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട വാപ്പ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വീട്ടിലേക്ക് കടന്നു വരികയാണ്. ആയിഷ ബീവി ഓടിച്ചെന്ന് ഉപ്പാന്റെ കയ്യിൽ പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് ചോദിച്ചു, വാപ്പാ, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയാണ് വാപ്പാ. ഞാൻ എങ്ങനെ ചെയ്യുമെന്ന് എന്റെ വാപ്പയ്ക്ക് തോന്നുന്നുണ്ടോ? ഈ ആയിഷ വ്യഭിചരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നോ വാപ്പാ? അല്ലാഹുവേ, വാപ്പ മകളുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? വിശ്വസിക്കലല്ലാതെ വഴിയില്ല ആയിഷ. ആയിഷ ബീവി തളർന്നില്ല. തന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുകയാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉമ്മാ,
ഇവരൊക്കെ പറയുന്നത് കള്ളമാ ഉമ്മ, ഇവര് തെറ്റിദ്ധരിച്ചിട്ട് പറയുകയാ ഉമ്മ. 9.5 മാസക്കാലം വയറ്റിൽ ചുമന്നുകൊണ്ട് നടന്ന മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച തന്റെ പ്രിയപ്പെട്ട മാതാവ് തന്റെ പൊന്നാര മകള് നെഞ്ചു പൊട്ടിക്കെട്ട് കരഞ്ഞുകൊണ്ട് പറയുമ്പോ ആ മകളുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞ മറുപടി, ആയിഷ, തെളിവുകൾ മുഴുവനും നിനക്കെതിരാ ആയിഷ, ഇനി എനിക്ക് വിശ്വസിക്കലല്ലാതെ വഴിയില്ല. ഉമ്മ കൈയൊഴിഞ്ഞു, വാപ്പ കൈയൊഴിഞ്ഞു, കുടുംബക്കാര് കൈയൊഴിഞ്ഞു, ഒരു നാട് മുഴുവനും തെറ്റുകാരി എന്ന മുദ്രകുത്തികെട്ട് പരിഹസിക്കുമ്പോ കളിയാക്കുമ്പോ നാണം കെടുത്തുമ്പോ ആയിഷ ബീവി കയറെടുത്തില്ല, നരമ്പ് മുറിച്ചില്ല, വിഷമെടുത്ത് കുടിച്ചില്ല. എന്റെ പ്രിയമുള്ള പെങ്ങള് നിസ്കാരപ്പായിക്കകത്തേക്ക് കിടക്കുകയോ. അന്ന് ചരിത്രം പറയുന്നു ആയിഷ ബീവിക്ക് 16 വയസ്സിന്റെ താഴെയാണ് പ്രായമുള്ളത്. പഠിച്ചവര് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ പഠിച്ചവരെ ദിവസങ്ങൾ ഇങ്ങനെ എണ്ണി നീർക്കുകയാണ്, ഓരോ ദിവസങ്ങൾ ഇങ്ങനെ തള്ളുകയാണ്. 15 ദിവസം കഴിഞ്ഞു, 15 ദിവസം കഴിഞ്ഞു. 16ാമത്തെ ദിവസം നോക്കുമ്പോ സുബഹി നമസ്കാരം കഴിഞ്ഞ് ആയിഷ ബീവി വീടിന്റെ വാതിലിലേക്ക് നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ കടന്നു വരികയാ. ഓരോ ദിവസവും ആയിഷ ബീവി സുബഹി നമസ്കാരം കഴിഞ്ഞ് വീടിന്റെ കവാടത്തിലേക്ക് നോക്കാറുണ്ട്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വരുന്നുണ്ടോ, അല്ലാഹുവിന്റെ റസൂൽ വരുന്നുണ്ടോ. 16ാമത്തെ ദിവസം ഇങ്ങനെ നോക്കുമ്പോ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ അല്ലാഹുവിന്റെ റസൂൽ കടന്നു വരികയാ. ആയിഷ ബീവിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല, ഇറങ്ങി ഓടുകയാണ്, ഇറങ്ങി ഓടുകയാ. ഓടിച്ചെന്ന് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കെട്ടിപ്പിടിച്ചിട്ട് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അല്ലാഹു പറഞ്ഞു നബിയേ, എന്റെ നിരപരാധിത്വം തെളിയിച്ചോ നബിയേ. ജിബ്രീൽ വന്നു നബിയേ, ഖുർആനിന്റെ ആയത്തുമായി 7 ആകാശം കടന്ന് ജിബ്രീൽ ഇറങ്ങി വന്നു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ, ഇന്നലെ ഖുർആനിൽ ആയത്തിറങ്ങി ആയിഷ, നീ നിരപരാധിയാണെന്ന് ഖുർആൻ പറഞ്ഞു ആയിഷ. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് സഹായം ഇറങ്ങി വന്നു ആയിഷ. ആയിഷ ബീവി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നബിയേ, എനിക്ക് ഉറപ്പായിരുന്നു നബിയേ, 7 ആകാശം കടന്ന് ജിബ്രീൽ ഖുർആനിന്റെ ആയത്തുമായി അല്ലാഹുവിന്റെ സഹായവുമായി ഇറങ്ങി വരുമെന്ന് എനിക്കറിയായിരുന്നു നബിയേ, എനിക്ക് ഉറപ്പായിരുന്നു നബിയേ. ആ ചെറിയ പെണ്ണിന്റെ ആ ഉറപ്പ് കേട്ടിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ആയിഷ, ഇത്ര ഉറപ്പെന്തേ ആയിഷ? അല്ലാഹുവിന്റെ സഹായം വരുമെന്ന്, ഖുർആനിൽ ആയത്തിറങ്ങുമെന്ന് ഇത്ര ഉറപ്പിച്ച് പറയാനുള്ള കാര്യമെന്താ? അവിടെന്ന് പറഞ്ഞു, നബിയേ, ഈ 15 ദിവസം നിസ്കാരപ്പായിലിരുന്ന് ഞാൻ പറഞ്ഞത് ഒരേ ഒരു ദിക്റാ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ആയിഷ, നിനക്ക് ആത്മവിശ്വാസം നൽകിയ, നിനക്ക് മനക്കരുത്ത് നൽകിയ, പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കാനുള്ള ധൈര്യം തന്ന ആ ദിക്ർ ഏതാ ആയിഷ? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയേ, ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. നിസ്കാരപ്പായിൽ നിന്നിട്ട് ഈ പ്രപഞ്ചം മുഴുവനെ വടക്കി ഭരിക്കുന്ന രാജാതിരാജനായ ബലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ മാലിക്കുൽ മുലൂക്കായ പടച്ചറബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആയിഷ ബീവി പറഞ്ഞു, അല്ലാ, എന്റെ വാപ്പ കൈയിടിഞ്ഞ് പടച്ചവര്, എന്റെ ഉമ്മ എന്നെ കൈയിടിഞ്ഞ് പടച്ചവര്, എന്റെ കുടുംബക്കാരെന്നെ കൈയിടിഞ്ഞ് പടച്ചവര്, ഈ നാട്ടുകാര് മുഴുവനും ഞാൻ തെറ്റുകാരിയാണെന്ന് എന്നെ മുദ്ര കുത്തിയിരിക്കുന്ന പടച്ചവര്, എങ്കിലും സത്യം നിനക്കറിയാമല്ല, നിന്റെ സഹായമല്ലാതെ ഇനിയൊരു സഹായം എനിക്കില്ല പടച്ചവര്. കൈവിടല്ലേ അല്ലാ, ഈ പ്രതിസന്ധി ഘട്ടത്തിൽ എന്നെ കൈവിടല്ലേ അല്ലാ. ഹസ്ബുനല്ലാഹ്
എനിക്ക് നീ മാത്രം മതി പടച്ചവരോ, എനിക്ക് നീ മാത്രം മതി പടച്ചവരോ. ആയിഷാ ബീവി റളിയല്ലാഹു തആല ഈ ദിക്റാണ് പറഞ്ഞതെന്ന് പ്രവാചകരോട് പറഞ്ഞു കൊടുക്കുമ്പോ അതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയമുള്ള പെങ്ങള്, നിന്നെ ആര് കളിയാക്കട്ടു, ആര് പരിഹസിക്കട്ടു, ആര് നാണം കെടുത്തട്ടു, ഇല്ലാത്തത് പറഞ്ഞ് പരത്തട്ടു, എന്റെ ജീവിതത്തിൽ നിനക്ക് സഹിക്കാൻ കഴിയാത്ത വേദനകൾ സമ്മാനിക്കട്ടു. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുമ്പോ പടച്ചവനെ പേപ്പട്ടിയെ തല്ലുന്നതുപോലെ എല്ലാവരും ചുറ്റുഭാഗത്ത് കിടന്ന് നിന്നെ കല്ലെറിയുമ്പോ മോനെ പറയടാ, ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഈ ദിക്ർ പറഞ്ഞാൽ അല്ലാഹു പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് പിടിച്ചു നിൽക്കാനുള്ള മനക്കരുത്ത് നിനക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. നിന്റെ മനസ്സിന്റെ ഉള്ളിൽ താങ്ങാൻ കഴിയാത്ത വേദന ഉണ്ടാകുമ്പോൾ, ലക്ഷങ്ങളുടെ കടമുണ്ടാകുമ്പോൾ അല്ലാഹു നമ്മുടെ കടം മാറ്റി തരുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ കടം മാറ്റി തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, താങ്ങാൻ കഴിയാത്ത വേദനകൾ ഉണ്ടാകുമ്പോ ഈ ദിക്ർ അങ്ങോട്ട് പറ, നിനക്ക് മനസ്സമാധാനം കിട്ടും. അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, രണ്ട് കാര്യം ആരെങ്കിലും തന്റെ ജീവിതത്തിൽ ചെയ്താൽ അവന്റെ കടം മാറും, അവൻ കടക്കാരനായി മരിക്കില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. രണ്ട് കാര്യം ജീവിതത്തിൽ ചെയ്യുന്ന മനുഷ്യന് കടമുണ്ടെങ്കിൽ അവന്റെ കടം മാറും, അവൻ കടക്കാരനായി മരിക്കില്ല. അള്ളാഹു അങ്ങനെ ഒരു അവസ്ഥയെ തൊട്ട് കാക്കുമാറാകട്ടെ. ഞാനൊരു രണ്ട് കാര്യം പറഞ്ഞു തരാം, ഇൻഷാ അല്ലാഹ് ചെയ്യുമോ? കടക്കാരനായി മരിക്കാതിരിക്കണം എന്ന് ആഗ്രഹമുള്ള മഹാന്മാരെന്ന് പൊക്കിക്കോ. കാരണം കടക്കാരനായി മരിച്ച ഷഹീദാണെങ്കിൽ പോലും മയ്യിത്ത് നിസ്കരിക്കാൻ പാടില്ല. അല്ലാഹു അങ്ങന്റെ അവസ്ഥയ്ക്ക് തൊട്ട് കാക്കുമാറാകട്ടെ. ചെറുപ്പക്കാരൻ ഇരുന്ന് ചിരിക്കുന്നു, ഉസ്താദ് എനിക്കിപ്പം കടമൊന്നും ഇല്ലല്ലോ. മോനെ, നിന്നെ എത്തിക്കാനിലാക്കാൻ എന്താണ് കൂടുതൽ സമയമൊന്നും വേണ്ട. ചിലപ്പോ ഈ സഹചാരിയുടെ പിരിവെടുക്കുന്ന പൈസ ചിലപ്പോൾ നിനക്കുള്ളതായിരിക്കും. അല്ലാഹു അങ്ങന്റെ അവസ്ഥയ്ക്ക് തൊട്ട് കാക്കുമാറാകട്ടെ. ഒന്നാമത്തെ കാര്യം ഇങ്ങോട്ട് നോക്ക്. ഒന്നാമത്തെ കാര്യം ഇൻഷാ അല്ലാഹ് ചെയ്യൂലേ? കേട്ടിട്ട് തീരുമാനിക്കും. ഞാൻ ഇനി വലിയ കാര്യം വല്ലതും പറഞ്ഞാൽ ചെയ്യണമല്ലോ. തീരുമാനിക്കും. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് നീ നിന്റെ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ വീടിന്റെ കവാടത്തിൽ ആദ്യം കാണുന്ന മനുഷ്യനോട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു എന്ന് നീ സലാം പറഞ്ഞ നിന്റെ കടം മാറുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി. കടം മാറാനുള്ള വഴി എന്താ? പറ മനുഷ്യന്മാരെന്താ വഴി? സലാം പറയണം. വീട്ടിലേക്ക് മടങ്ങി ചെല്ലുന്ന സമയം വീടിന്റെ കവാടത്തിൽ കാണുന്ന മനുഷ്യനോട് സലാം പറയണം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ? വേണമെങ്കിൽ ചെയ്താൽ മതി. നിങ്ങളുടെ കടം മാറിയിട്ട് എനിക്കൊന്നും കിട്ടാനില്ല. വേണമെങ്കിൽ ചെയ്യുക. രണ്ട്, വീടിനകത്ത് കയറി ഇട്ടിരിക്കുന്ന വസ്ത്രം ആ വസ്ത്രം ഊരിയിട്ട് കയ്യിൽ ഇങ്ങനെ പിടിക്കണം. എന്നിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഈ സൂറത്ത് ഒരു പ്രാവശ്യം ഓതിയ ഈ കടക്കാരനായി മരിക്കില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഈ സൂറത്ത് ഒരു പ്രാവശ്യം ഓതിയാൽ മതി. അല്ലാഹു അങ്ങനെ ഒരു മരണത്തെ തൊട്ട് നമ്മളെ കാക്കും. അല്ലാഹു കാക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ? ഉറക്കല്ലാഹുവേ, കടക്കാരനായി മരിക്കാതിരിക്കണമെന്ന മോഹത്തോടെ ആരെല്ലാം ഇൻഷാ അല്ലാഹ് ഉറക്ക പറയണോ, ഈ ഇൻഷാ അല്ലാഹ് പറയുന്ന അതേ ശബ്ദത്തിൽ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ ഭാഗ്യം കൊടുക്കണം പടച്ചവനെ. ഇൻഷാ അല്ലാഹ് പറ മനുഷ്യന്മാരെ. പോരാ, ഉറക്കെ. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഒന്നാമതായിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കടക്കുന്ന ഒന്നാമത്തെ വിഭാഗം അല്ലാഹു ഒരു പരീക്ഷണം കൊടുക്കുന്ന സമയത്ത് ക്ഷമിക്കണം. അല്ലാഹു പരീക്ഷണം നൽകുന്ന സമയത്ത് ക്ഷമിക്കണം. എല്ലാവർക്കും പരാതിയുണ്ട്, ഉസ്താദേ ദുആ ചെയ്യ്. ഓരോ പ്രയാസങ്ങൾ എന്നോട് വന്നിട്ട് പറയാ. ഉസ്താദന്മാരെ കാണുമ്പോൾ പറയും ജീവിതത്തിലെ പ്രയാസങ്ങൾ ഇങ്ങനെ പറയും. നിങ്ങൾക്ക് മൂന്നെണ്ണം ഇങ്ങോട്ട് പറയും. ഈ ഉസ്താദ് ആരോടാ പറയേണ്ടതെന്ന് പറഞ്ഞ് നടക്കാം. നിങ്ങളിപ്പോ എന്റെ അടുക്കൽ വന്നിട്ട് രോഗമാണ്, കടമാണ്, പ്രയാസമാണ്, ദുആ ചെയ്യുന്ന പറയും. ഞാനിപ്പോ പടച്ചവനെ നിങ്ങളെക്കാലും കാര്യങ്ങളും കൊണ്ട് നടക്കാം.
എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എത്ര വലിയ പരീക്ഷണമുണ്ടായാലും ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരേ ഒരു ഹദീസ് ഓർത്താ മതി. എത്ര വലിയ ക്യാൻസർ രോഗം വന്നാലും നീ അല്ലാഹനെ കുറ്റപ്പെടുത്തൂല, എത്ര വലിയ ദുഃഖമുണ്ടായാലും നീ ആരോടും പറയില്ല. കാരണം അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഇല്ലാ യലമൽ ജസാ മഅയലമൽ ഫലാ. ഈ ഒരേ ഒരു ഹദീസ് നിന്റെ മനസ്സിന്റെ ഉള്ളിൽ എഴുതി വെച്ചോ. എത്ര വലിയ ദുഃഖമുണ്ടായാലും നീ ഒരാളോട് കരഞ്ഞു വിളിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് നടക്കില്ല. നീ ഒരിക്കലും അല്ലാഹനെ കുറ്റപ്പെടുത്തൂല. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഇല്ലാ യലമൽ ജസാ മഅയലമൽ ഫലാ. ഖാല നബിയുനാ റസൂലുള്ളാഹി. ഒറ്റ ഹദീസിന്റെ അർത്ഥം പഠിച്ചാൽ മതി, പിന്നെ ജീവിതത്തിൽ എത്ര വലിയ പ്രയാസം ഉണ്ടായാലും ഒരാളോടും പറയില്ല. നീ ഒരിക്കലും പൊട്ടിക്കരഞ്ഞുകൊണ്ട് നടക്കൂല, അള്ളാഹുവിനെ കുറ്റപ്പെടുത്തൂല. അള്ളാഹു ഈമാൻ നൽകി ഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകി ഗ്രഹിക്കുമാറാകട്ടെ. എന്താ ഈ ഹദീസിന്റെ അർത്ഥം? എന്താ ഈ ഹദീസിന്റെ അർത്ഥം? എല്ലാവരും നേരെ ഇരിക്കും. എന്നിട്ട് ആദ്യം ഈ ഹദീസ് നെഞ്ചത്തങ്ങോട്ട് എഴുതി ചേർക്ക്. കരിമ്പാറയിൽ കുത്തിവെച്ചതുപോലെ നിന്റെ ഹൃദയത്തിൽ എഴുത്, അള്ളാഹു നിനക്ക് ക്യാൻസർ രോഗം തന്നാലും നീ പറയും അൽഹംദുലില്ലാ എന്ന്. അള്ളാഹു ഈമാൻ നൽകി ഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകി ഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങോട്ട് നോക്ക്, ഒരു കയറ്റം കഴിഞ്ഞാൽ ഒരു ഇറക്കം ഉണ്ടോ മനുഷ്യന്മാരെ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയില്ലെങ്കിൽ വേങ്ങരയിൽ മൊത്തം കയറ്റ ഉസ്താദ് ഇറക്കില്ലേ? ഒരു കയറ്റം കഴിഞ്ഞാൽ ഒരു ഇറക്കം ഉണ്ടോ? ഉറക്കപ്പറ. ഉണ്ട്. ഒരു ദുഃഖം കഴിഞ്ഞാൽ ഒരു സന്തോഷമുണ്ടോ? ഒരു ദുഃഖം കഴിഞ്ഞാൽ ഒരു സന്തോഷമുണ്ടോ? അപ്പോ അള്ളാന്റെ റസൂല് പറയുന്നു, ഇപ്പൊ നിനക്ക് അള്ളാഹു ദുഃഖം തരുന്നത് ഒരു സന്തോഷം തരാൻ പോകുന്നതിന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിനക്ക് എന്തോ നല്ലത് വരാൻ പോകുന്നു, അതിന്റെ അടയാളം എന്താ? അള്ളാഹു നിനക്ക് എന്തോ നല്ലത് തരാൻ പോകുന്നു, അതിന്റെ അടയാളമാണ് ഈ ദുഃഖമെന്ന് നീ കരുതണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ.